Hi dear students, UGC NET ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. ബിസിനസ് മാനേജ്മെന്റ് പാർട്ട് 3 വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് 1, പാർട്ട് 2 വീഡിയോ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം പാർട്ട് 3 വീഡിയോ ക്ലാസ് കാണുക. ഓൾറെഡി നമ്മുടെ കൊമേഴ്സ് നോളജ് ചാനലിൽ ഒരു പെയ്ഡ് ബാച്ച് ഓൾറെഡി നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു മുൻപ്, 2 വർഷം മുൻപ്. അപ്പോൾ ആ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ അലോ ചെയ്യുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, മാക്സിമം ക്ലാസ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെന്റ് പാർട്ട് 3. ഈ ഒരു പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 11. ഫ്രം ദ ബിലോ വിച്ച് വൺ ഈസ് എ സിസ്റ്റം ബൈ വിച്ച് കോർപ്പറേഷൻസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് in order to achieve the set of objectives by monitoring the performance in an organization. ഓപ്ഷൻസ് കൊടുത്ത് നോക്കാം. ഈ ഒരു ടേം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് PERT ഉണ്ട്, ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം നോക്കാം. ഫ്രം ദ ബിലോ വിച്ച് വൺ ഈസ് എ സിസ്റ്റം ബൈ വിച്ച് കോർപ്പറേഷൻസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇതിന്റെ ആൻസർ വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ പോളിസി ആവാം, കമ്പനീസിന്റെ ഗോൾസ് ആവാം, കമ്പനീസ് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നേടിയെടുക്കേണ്ടത്, ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ആവാം, അതേപോലെ തന്നെ കമ്പനി റൂൾസ് ആവാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യം, കമ്പനി നിയമങ്ങൾ, കമ്പനി പോളിസീസ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പനീസിലെ എംപ്ലോയീസ്, കമ്പനീസിന്റെ മാനേജ്മെന്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ലൈക്ക് വിച്ച് മീൻസ് ടു അച്ചീവ് ദ സെറ്റ് ഓഫ്, ഇവിടെ നോക്കാം, ടു അച്ചീവ് the set of objectives by monitoring the performance of an organization. ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ, ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആസ്പെക്റ്റിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷനിലെ ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരിക. ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസിനോടുള്ള കടമ, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന് റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഓർഗനൈസേഷന് സൊസൈറ്റിയോടുള്ള കടമ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇവിടെ നോക്കുക, സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിനെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാ പറയാം. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ദ ഹോൾ ആസ്പെക്ട് ഇൻക്ലൂഡ്സ് കമ്പനീസ് പോളിസി, കമ്പനീസ് റൂൾസ്, കമ്പനീസ് goal, objectives, anything, all those things included in corporate governance. Okay, it promote corporate fairness, transparency and accountability. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം. ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഗോൾസ് നിറവേറ്റാൻ വേണ്ടിയിട്ട്, ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ നോക്കാം, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അസേർഷൻ ആൻഡ് റീസൺ. ഓക്കെ, കോഓപ്പറേഷൻ ഈസ് an important technique of coordination where the relationship amongst the member is informal. Reason കൊടുത്ത് നോക്കാം. Coordination is a voluntary attempt of members of the organization to work towards achieving a common goal. It includes cooperation. ഇതിന്റെ ആൻസർ കൊടുത്ത് നോക്കാം. ആൻസർ എ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോറി, ആൻസർ സി ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ സി ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ ആൻസർ? എന്താ? എ ഈസ് കറക്റ്റ്, ആർ ഈസ് ഇൻകറക്റ്റ്. നോക്കാം. കോഓപ്പറേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് കോർഡിനേഷൻ. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മെമ്പേഴ്സും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സഹകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സഹകരണം ഉണ്ടാവും. ഇത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് തമ്മിൽ ഇൻഫോർമൽ ആസ്പെക്ട് ആയിരിക്കും. ഒരു കോർഡിനേഷൻ, നമ്മൾ നാട്ടിലൊക്കെ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ, ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യില്ലേ, അവിടെ എന്താ പറയുക, ഒരു സഹകരണം ഉണ്ടാവില്ലേ, കോഓപ്പറേഷൻ ഉണ്ടാവില്ലേ, അതൊരു കോർഡിനേഷൻ അല്ലേ, ഒരു കൂട്ടായ്മയല്ലേ, കോർഡിനേഷൻ അല്ലേ. അപ്പോൾ അതുപോലെയാണ് കോഓപ്പറേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് കോർഡിനേഷൻ. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, അധികം ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. കാരണം എല്ലാവരും തമ്മിലുള്ള കോഓപ്പറേഷൻ, സഹകരണ മനോഭാവത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർമൽ വേ ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇൻഫോർമൽ വേയിലല്ലേ നമ്മൾ സംസാരിക്കുക, അധികം ഫോർമൽ ആയിട്ടൊന്നും ആയിരിക്കും സംസാരിക്കുക. അതേസമയം ഞാൻ എൻ്റെ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയാണെങ്കിലോ ഒരു ഫോർമൽ വേയിലായിരിക്കും സംസാരിക്കുക. ഇവിടെ ഇൻഫോർമൽ ആയിരിക്കും. കാരണം കോഓപ്പറേഷൻ, സഹകരണ മനോഭാവത്തിൽ പോകണമെങ്കിൽ അവിടെ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, അതായത് ഫ്രണ്ട്ഷിപ്പ് വേ ആയിരിക്കും. Then coordination is a voluntary attempt of members of the organization to work towards a common objective. It includes cooperation. Coordination എന്ന് പറയുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് ആണ് ഇവിടെ പറയുന്നത്. വോളണ്ടറി ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ, കമ്പൽസറി അല്ല, വോളണ്ടറി ആണ്.
ഓക്കെ, വളണ്ടറി അറ്റംപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ടുവാർഡ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അതാണ് അവിടെ തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്. എല്ലാ കാര്യത്തിനും കോർഡിനേഷൻ അത്യാവശ്യമാണ്. കോർഡിനേഷൻ എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമാണ്, കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അവിടെ കോർഡിനേഷൻ വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് കോർഡിനേഷൻ ഇസ് എ വളണ്ടറി അറ്റംപ്റ്റ് എന്നാണ്. അത് തെറ്റാണ്, കമ്പൽസറി ആണ്, കമ്പൽസറി പാർട്ടാണ്. കമ്പൽസറി എന്ന് പറഞ്ഞാൽ എന്താ, നിർബന്ധമായിട്ടും കോർഡിനേഷൻ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. ഇവിടെ വളണ്ടറി അറ്റംപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തെറ്റായത്. ഓക്കെ, അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, എനിവേ ഫൈൻഡ് വിച്ച് വൺ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് BCG മെട്രിക്സ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. BCG മെട്രിക്സ്, ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് എന്നാണ് BCGയുടെ ഫുൾ ഫോം. ഒരു മെട്രിക്സിന്റെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു മെട്രിക്സ് ആണ്. അത് കാണിച്ചത് എങ്ങനെയാണെന്നൊക്കെ. ടു നോ ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്രൊഡക്ട്സ്, ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ്, ടു ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റ്, നൺ ഓഫ് ദി അബോവ്. ഇവിടെ നോക്കാം. ഓക്കെ, സ്റ്റാർ, ക്യാഷ് കൗ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്, ഇതൊക്കെയാണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, BCG മെട്രിക്സിന്റെ ഒരു സൈഡിൽ മാർക്കറ്റ് ഷെയറും മറ്റൊരു ഭാഗത്ത് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ആണ് പറയുന്നത്. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ആണ് പറയുന്നത്. അപ്പോൾ BCG മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? BCG മെട്രിക്സ് പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നന്നായിട്ടാണോ വിറ്റ് പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനും, ഒരു പ്രൊഡക്റ്റ് നന്നായിട്ടാണോ സെല്ല് ചെയ്ത് മാർക്കറ്റിലൊക്കെ സെല്ല് ചെയ്ത് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും BCG മെട്രിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറും മാർക്കറ്റിലുള്ള ഇപ്പോൾ നിലവിലുള്ള കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ നോക്കും. ഓക്കെ, ഇവിടെ നോക്കാം, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് നോക്കാം, ശ്രദ്ധിക്കാം. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കാം, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആകുന്നു, അതേസമയം മാർക്കറ്റ് ഷെയറും ഹൈ ആവുന്ന സമയത്താണ് സ്റ്റാർ എന്ന പ്രൊസീജിയർ സംഭവിക്കുന്നത്. ഓക്കെ, സ്റ്റാർ എന്ന പ്രൊസീജിയർ സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ ആകുമ്പോഴും മാർക്കറ്റ് ഷെയർ ഹൈ ആകുമ്പോഴുമാണ് ക്യാഷ് കൗ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, മാർക്കറ്റ് ഷെയർ ലോ ആകുമ്പോഴും അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ ആകുമ്പോഴും, രണ്ട് ലോ ആകുന്ന സമയത്താണ് ഡോഗ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആകുമ്പോഴും അതേസമയം മാർക്കറ്റ് ഷെയർ ലോ ആകുമ്പോഴുമാണ് ക്വസ്റ്റ്യൻ മാർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഏതാ, ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും നല്ല പൊസിഷൻ ഏതാ, സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷൻ. കാരണം എന്തുകൊണ്ടാണ്, രണ്ടും ഹൈ ആണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും ഹൈ ആണ്. അതുകൊണ്ടാണ് സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷൻ നന്നായിട്ട് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സിമ്പിളാണ്. ഇതിന്റെ ഗ്രാഫിന്റെ നേരെയുള്ള ഹൈ ഭാഗം, അതേപോലെ തന്നെ ഇവിടെ സ്റ്റാറിന് നേരെ നോക്കുക, സ്റ്റാറിന് നേരെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും ഹൈ ആണ്, അങ്ങനെയാണ്. ഓക്കെ, അതേപോലെ സെക്കൻഡ് പൊസിഷൻ ക്യാഷ് കൗ ആണെങ്കിലോ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ ആണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. ഓക്കെ, ഡോഗ് നോക്കുക, രണ്ടും ലോ ആണ് അല്ലേ. ഡോഗ് ആണെങ്കിൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും ലോ ആണ്, മാർക്കറ്റ് ഷെയറും ലോ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിലോ മാർക്കറ്റ് ഷെയർ ലോ ആണ്, പക്ഷേ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈ ആണ്. ഓക്കെ, ബൂസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ്. ഓക്കെ, അതിൽ ബ്രൂസ് ഡി ഹെൻഡേഴ്സൺ ആണ് 1970 ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ബ്രൂസ് ഡി ഹെൻഡേഴ്സൺ. ദെൻ അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് പോകുന്നുണ്ടോ, വിറ്റഴിച്ച് പോകുന്നുണ്ടോ, അതേപോലെ തന്നെ പ്രൊഡക്റ്റിന് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് BCG മെട്രിക്സിൽ നോക്കുന്നത്. ഏതൊക്കെ വെച്ചിട്ടാണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും മാർക്കറ്റ് ഷെയറും വെച്ചിട്ടാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ച് വായിക്കാം. ഓക്കെ, corporations are controlled and directed by which one of the following? Corporate mechanism, corporate governance, corporate ethics, corporate codes. ശ്രദ്ധിച്ച് വായിക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക, സെൽഫായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, അതിനുശേഷം ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, എനിവേ ശ്രദ്ധിച്ച് വായിക്കാം. കോർപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എന്താ പറഞ്ഞേ, ഒരു കോർപ്പറേഷനിലെ റൂൾസ്, അതേപോലെ തന്നെ ആ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, അതേപോലെ തന്നെ പോളിസി മേക്കിംഗ്,
അതേപോലെ തന്നെ കമ്പനിക്കുള്ള റെസ്പോൺസിബിലിറ്റി, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയാം, ഇവിടെ നോക്കുക, കോർപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ്. ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി, ഒരു കമ്പനിയെ മൊത്തത്തിൽ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദിസ് വൺ വിൽ ബി കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, സിമ്പിൾ വൺ. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോർപ്പറേറ്റ് കോഡ്സ് റിഫേഴ്സ് ടു ദ റൂൾസ് ആൻഡ് നോംസ് റിലവന്റ് ടു ദ ഓർഗനൈസേഷണൽ ഓപ്പറേഷൻസ്. ശ്രദ്ധിച്ചേക്കുക, ഇവിടെ റൂൾസും നോംസും. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കോഡ്സും കോർപ്പറേറ്റ് എത്തിക്സും കോർപ്പറേറ്റ് മെക്കാനിക്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, ഓൾ ദ സിസ്റ്റം. ഓക്കെ, സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനീസ് മാനേജ്മെന്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, എല്ലാ കാര്യങ്ങളും, ലക്ഷ്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഉള്ളിലാണ് ഈ കോർപ്പറേറ്റ് കോഡ്, കോർപ്പറേറ്റ് എത്തിക്സ്, കോർപ്പറേറ്റ് മെക്കാനിസം ഒക്കെ വരുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് കോഡ് എന്ന് പറയുന്നത് ഒരു റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം. കോർപ്പറേറ്റ് എത്തിക്സ് നിങ്ങൾക്കറിയാം, ഒരു വാല്യൂ കൊടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷനിൽ കറക്റ്റ് ടൈമിൽ എത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് ബിഹേവ് ചെയ്യണം, നന്നായിട്ട് പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ കോർപ്പറേറ്റ് മെക്കാനിസം റിഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് കൺട്രോൾസ് ഫോർ എ കോർപ്പറേഷൻ. അതായത് ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ, എംപ്ലോയീസിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോർപ്പറേറ്റ് മെക്കാനിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് ഒരു സിസ്റ്റം വിച്ച് അത് കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ്, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. പോളിസി ആവാം, റൂൾസ് ആവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഓൾ ദ ആസ്പെക്ട് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്. സാധാരണഗതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് തന്നെ ആൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എല്ലാ ഏരിയ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് മെക്കാനിസം അതിൽ ഉൾപ്പെടും, കോർപ്പറേറ്റ് എത്തിക്സ് അതിൽ ഉൾപ്പെടും, കോർപ്പറേറ്റ് കോഡ്സ് അതിൽ ഉൾപ്പെടും, കമ്പനിയുടെ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യും, കമ്പനിയുടെ പോളിസി ഇൻക്ലൂഡ് ചെയ്യും, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. ഒരു കമ്പനി കൺട്രോൾ ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പോളിസി മേക്കിങ്ങും അതേപോലെ തന്നെ ലക്ഷ്യങ്ങളും അതേപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതിലാണ്? കോർപ്പറേറ്റ് ഗവേണൻസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ ഒരു 2018 ചോദിച്ചൊരു ചോദ്യമാണ്. ഡൊണാൾഡ് കിർക്ക് പാട്രിക് ട്രെയിനിങ് പ്രോഗ്രാമിനെ 4 ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. 4 ലെവലായിട്ട് ട്രെയിനിങ് പർപ്പസിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിസൾട്ട്, റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ. ഇതിന്റെ കറക്റ്റ് ഓർഡർ നോക്കാം. റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. ഇതാണ് ഈ നാല് ഓർഡറിലാണ്. ഫസ്റ്റ് റിയാക്ഷൻ, സെക്കൻഡ് ലേണിംഗ്, തേർഡ് ബിഹേവിയർ, ഫോർത്ത് റിസൾട്ട്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2, ദെൻ റിയാക്ഷൻ ഫസ്റ്റ്, ദെൻ ലേണിംഗ് സെക്കൻഡ്, ദെൻ this one 3, this one 4. റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. ഓക്കെ, റിയാക്ഷൻ, ലേണിംഗ്, ബിഹേവിയർ, റിസൾട്ട്. ട്രെയിനിങ് മോഡലാണ്. ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ റിയാക്ഷൻ കൊടുക്കുന്നു, ദെൻ ലേണിംഗ്, ദെൻ ബിഹേവിയർ, റിസൾട്ട്. ഇവിടെ ഫൈനലി ആണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ഫൈനലി റിസൾട്ട് ഉണ്ടാവും. ആദ്യം എംപ്ലോയീസിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു, അതിനാണ് റിയാക്ഷൻ എന്ന് പറയാം. എംപ്ലോയീസിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു, അവരെ പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നു, ഫൈനലി ഒരു റിസൾട്ട് കിട്ടുന്നു. ഇതിനാണ് ട്രെയിനിങ് പ്രോസസ്സ്. കിർക്ക് പാട്രിക് എന്ന് പറയുന്ന വ്യക്തി ഡെവലപ്പ് ചെയ്ത ട്രെയിനിങ് പ്രോസസ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2018 ചോദിച്ച ചോദ്യം. ദെൻ അഗെയിൻ 2018 ചോദിച്ച ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നമ്പർ 1, സ്കോപ്പ് ഫോർ റിസെന്റ്മെന്റ്, ജലീഷ്യസ് ആൻഡ് ഹേർട്ട് ബേൺ ആർ അവോയ്ഡഡ്. Benefits of new skills, new talents and new experience of the organizations are available. Complaints with reservation policy becomes easy. Good performance is rewarded. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ is 1 is the right answer. 1 is the right answer. ഇവിടെ നോക്കുക, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ജോലിയിലേക്ക് എടുക്കണം, ഒരു വർക്കറിനെ എടുക്കുകയാണെന്ന് വിചാരിക്കാം, പുറത്തുനിന്ന് ഒരാളെ. അപ്പോൾ ഉള്ളിൽ നിന്നല്ല നമ്മൾ എടുക്കുന്നത്, അതായത് പ്രൊമോഷൻ കൊടുത്ത് വേറൊരാൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ആസ്പെക്ട് അല്ല, പുറത്തുനിന്ന്. അതായത് പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ഒരാളെ ജോലിക്ക് നിയമിക്കാൻ വേണ്ടി നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അപ്പോൾ നമുക്ക് എന്തൊക്കെ സ്കിൽ ഇവിടെ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറ്റാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, രണ്ടാമത്തത് കറക്റ്റ് റൈറ്റ് ആൻസർ ആണ്. ഇവിടെ പറ്റാത്തത് എന്നാണ്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നാണ്. അപ്പോൾ 1 is നോട്ട് ആൻ അഡ്വാൻറ്റേജ്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ സ്കിൽ. പുതിയ സ്കില്ലുകൾ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം പുറത്തുനിന്ന് ഒരാളെ നമ്മൾ പത്രത്തിൽ ഇപ്പം ബികോം
ജോലിക്കാരെ ആവശ്യമുണ്ട്, ബികോം കഴിഞ്ഞ ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ ടാലൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ റിസർവേഷൻ പോളിസി പുറത്തുനിന്നുള്ള ആളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നന്നായി പണിയെടുക്കുന്ന ആൾക്ക് റിവാർഡ് കൊടുക്കാൻ വേണ്ടി പറ്റും, ഗുഡ് പെർഫോമൻസ് റിവാർഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കാം, സ്കോപ്പ് ഫോർ റിസെന്റ്മെന്റ്, ജെലീഷ്യസ് ആൻഡ് ഹേർട്ട് ബേൺ ആർ അവോയ്ഡഡ്. അതിനർത്ഥം എന്താ? സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കാം. അസൂയയുള്ള ഒരു സ്വഭാവമൊന്നും ആർക്കും ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തിനാ അസൂയ ആവശ്യം? അത് ജെലീഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ അസൂയ എന്നൊക്കെയാണ്. അപ്പോൾ അത് റോങ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. കാരണം റിക്രൂട്ട്മെന്റ് പുറത്തുനിന്ന് ഒരാളെ കഴിവുള്ള ഒരാളെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒരു അസൂയ ആസ്പെക്ട് വരാൻ ആവശ്യമില്ല, ജെലീഷ്യസ് ആസ്പെക്ട് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ തെറ്റാണ്. ബാക്കി 3 കാര്യങ്ങളും കറക്റ്റ് ആണ്. കാരണം പുതിയ സ്കില്ല് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ റിസർവേഷൻ പോളിസി, അവർക്ക് ഇത്ര റിസർവേഷൻ പോളിസി കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഓക്കെയാണ്. റിസെന്റ്മെന്റ്, ജെലീഷ്യസ് ആൻഡ് ഹേർട്ട് ബേൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഒരാൾ പുറത്തുനിന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അസൂയ, ജെലീഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ അസൂയയുള്ള സ്വഭാവം എന്നാണ്. അങ്ങനെയുള്ള ആസ്പെക്ട് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് നോട്ട് ആൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് റോങ് 1. ഓക്കെ, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എങ്ങനെയൊക്കെ നടത്താം, പുറത്തുനിന്ന് ഒരാളെ എങ്ങനെയൊക്കെ ജോലിക്ക് നിയമിക്കാൻ വേണ്ടി പറ്റും, പത്രത്തിൽ പരസ്യം കൊടുക്കാം, അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, കോൺട്രാക്റ്റിലൂടെ നിയമിക്കാം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നടത്താം. അതേപോലെ വാക്കിൻ ഇന്റർവ്യൂ ആണ്, വാക്കിൻസ്. ഈ റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവർ പിന്നീട് കോൺടാക്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസി, ഇങ്ങനെ ജോലി ആക്കിത്തരാന്നൊക്കെ പറഞ്ഞ് കൺസൾട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 25 വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 25 വരെ ഞാൻ പറഞ്ഞുതരും. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം, സെൽഫായി വായിച്ച് നോക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരും, ഈ വീഡിയോയിൽ പറഞ്ഞുതരും. 8 ക്വസ്റ്റ്യൻസ് കൂടെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫായിട്ട് നോക്കണം. ഈ ഒരു പി ഡി എഫ് തന്നതിലുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ നോട്ട്സ് തരുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ദെൻ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെയാണ് ചോദ്യം. ഡിസംബർ 2018 ചോദിച്ച ചോദ്യമാണ്. Thousands of employees die every day in factory due to accidents. To make accident-free plants, adds cost and decrease productivity. I think it will be this one right, this one wrong. Okay. Option 1. Statement 1 is correct. Statement 2 is incorrect. Okay. Correct. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. അതായത് ഓരോ ദിവസവും 1000-ലധികം എംപ്ലോയീസ് ഫാക്ടറിയിൽ മരിച്ചു പോകുന്നുണ്ട്, ഡൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കൂട്ടുക, പ്രൊഡക്ഷൻ കുറക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആക്സിഡൻസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് statement 1 correct, statement 2 incorrect. Option C is the right answer. Sorry, option 1 is the right answer. Option 1 is the right answer. Okay, option 1 is the right answer. Okay, then നോക്കാം. Thousands of employees die every day in factory due to accidents. ആക്സിഡൻസ് മൂലം ഓരോ ദിവസവും 1000-ലധികം എംപ്ലോയീസ് മരിച്ചു വീഴുന്നുണ്ട്. ആക്സിഡന്റ് കുറക്കാൻ വേണ്ടി നല്ല മെഷീനറീസ് കൊണ്ടുവരിക, നല്ല വർക്കിംഗ് പ്ലേസ് ഉണ്ടാക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ പ്രൊഡക്ഷൻ കുറച്ചിട്ടൊന്നും കാര്യമില്ല. പ്രൊഡക്ഷൻ കുറച്ചിട്ട് എങ്ങനെയാണ് ആക്സിഡന്റ് കുറക്കാം? That is not a right one. Okay, not a right one. That is wrong. This one is right. Statement 1 is correct. Statement 2 is incorrect. That is option 1 is the right answer. Okay. പുതിയ ടെക്നോളജി ഒക്കെ കൊണ്ടുവരിക, ആക്സിഡന്റ് കുറക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി ഒക്കെ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലാണ് ആക്സിഡന്റ് ഫ്രീ പ്ലാൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. Then next one, question number 18. Simple question. വായിച്ചു നോക്കാം. Ensuring the safety, health and welfare of the employee is the primary purpose of which one of the following act? ഏത് ആക്ട് പ്രകാരമാണ് എംപ്ലോയീസിന്റെ സേഫ്റ്റി ഹെൽത്തും ഒക്കെ നോക്കുന്നത്? ഇവിടെ 4 ആക്ട് കൊടുത്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ട് 1948, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഏത് ആക്ട് പ്രകാരം? ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരമാണ് എംപ്ലോയീസിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും എംപ്ലോയീസിന്റെ ക്ഷേമം, വെൽഫെയർ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആക്ട് എന്ന് പറയുന്നത് ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഓക്കെ, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. Then question number
19. Question number 19. Which one of the method is a traditional method of selecting personnel? Interview, selection test, phrenology, aptitude test. ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ഇതിൽ പഴയ ഒരു മെത്തേഡ് നമ്മൾ എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യുന്ന പഴയ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പഴയ മെത്തേഡ്, ഓൾഡ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓൾഡ് മെത്തേഡ് എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓൾഡ് മെത്തേഡ് ഏതാണ്? ഫ്രിനോളജിയാണ്. ഫ്രിനോളജി എന്ന് പറയുന്ന ഒരു മെത്തേഡ് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മെത്തേഡാണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫ്രിനോളജി ഇസ് ആൻ ഓൾഡ് സൈക്കോളജിക്കൽ തിയറി ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് സർട്ടൈൻ മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ട്രേറ്റ്സ്. അതായത് ചില കാര്യങ്ങളിൽ എംപ്ലോയീസിന് കഴിവുണ്ടാവും എന്നുള്ള കാര്യം, അതായത് ഒരു മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കി എംപ്ലോയി നന്നായിട്ട് ഇന്റലിജന്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, സർട്ടൈൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ചില കാര്യങ്ങളിൽ എംപ്ലോയീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അവരുടെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. മെഷർമെന്റ് ബേസ്ഡ് ഓൺ മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതാണ് ഫ്രിനോളജി എന്നത്. പഴയ കാല ഒരു മെത്തേഡാണ്. പണ്ട് ഉപയോഗിച്ച്, ഇപ്പോഴൊന്നും ഇല്ല അത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണോ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ ഫ്രിനോളജി. ഓക്കെ, ദെൻ the method of training in crafts, trade and technical areas known as vestibule training, coaching, mentoring, apprenticeship. Simple one. Okay, apprenticeship training is a work. Option 4 is the right answer. Apprenticeship training is a work with another, that is a form of skilled workers, while vestibule training is conducted away from the place. ശ്രദ്ധിക്കുക, അപ്രന്റീസ്ഷിപ്പും വേസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും ഏകദേശം സിമിലർ ആയിട്ടുള്ള നേച്ചറാണ്. ഇവിടെ നോക്കാം, ഒരു വർക്ക്ഷോപ്പിൽ നിന്നിട്ട് പണി പഠിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെയാണ് ഈ ക്രാഫ്റ്റ്, ട്രേഡ്, ടെക്നിക്കൽ ഏരിയാസിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർക്ക് ആ ഒരു വർക്ക് പ്ലേസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. വേസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണെങ്കിൽ ഏകദേശം അതേ സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ കുറച്ച് ദൂരത്തായിരിക്കും. ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ കുറച്ച് ദൂരത്തായിട്ടായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ സെയിം പ്ലേസിൽ, ഇപ്പോൾ വർക്ക്ഷോപ്പിലാണെങ്കിൽ വർക്ക്ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ട്രെയിനിങ് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വേസ്റ്റിബ്യൂൾ ട്രെയിനിങ് അപ്രന്റീസ്ഷിപ്പും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറിയ കൺഫ്യൂഷൻ വന്നതുകൊണ്ട് അപ്രന്റീസ്ഷിപ്പ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, സാധാരണഗതിയിൽ വേസ്റ്റിബ്യൂൾ ട്രെയിനിങ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും ഒരു ഓപ്ഷനിൽ വരാത്തതാണ്. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ ഇതാക്കിയതാണ്. വേസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും സംടൈംസ് ഇറ്റ് മേ ബി റൈറ്റ്. ഓക്കെ, ഒരു വർക്ക്ഷോപ്പിലൊക്കെ പുതുതായിട്ട് പണിക്ക് വരുന്ന ആള് ആ വർക്ക്ഷോപ്പിൽ നിന്ന് അവിടെ ആ പണിയൊക്കെ നോക്കിയിട്ടാണ് പഠിക്കുക അല്ലേ, അവിടെ ഇതിന് അപ്രന്റീസ്ഷിപ്പ് എന്നാ പറയാം. ഓക്കെ, ട്രെയിനിങ് ഇൻ ക്രാഫ്റ്റ്, ട്രേഡ് ആൻഡ് ടെക്നിക്കൽ ഏരിയ. ഓക്കെ, വേസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും ഏകദേശം റൈറ്റ് ആൻസർ ആണ്. 2 റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, 2ഉം റൈറ്റ് ആൻസർ ആയിട്ട് വരും. എനിവേ സാധാരണഗതിയിൽ 2 ആൻസറും നിങ്ങൾക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ടെക്നിക്കൽ ക്രാഫ്റ്റ് മേഖലയിൽ തന്നെയാണ് അപ്രന്റീസ്ഷിപ്പും വേസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നത്. എനിവേ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. കൂടുതൽ റൈറ്റ് ആൻസർ അപ്രന്റീസ്ഷിപ്പ് ആണ്. സാധാരണഗതിയിൽ 2 ഓപ്ഷൻ ഒരുമിച്ച് വരില്ല. ഇപ്പോൾ കൊടുത്തപ്പോൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതാണ്. എനിവേ 2 ആൻസറും കറക്റ്റ് ആണ്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് നമുക്ക് ഫൈനലായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിവേ ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ ഇസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ സെലക്ഷൻ, സക്സഷൻ പ്ലാനിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, റിക്രൂട്ട്മെന്റ്. സിമ്പിൾ വൺ. പെർഫോമൻസ് അപ്രൈസൽ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടി എംപ്ലോയി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എംപ്ലോയി നന്നായിട്ട് പ്രൊഡക്ഷൻ കൂട്ടുന്ന വ്യക്തിയാണോ, നന്നായിട്ട് ജോലി എടുക്കുന്ന ആളാണോ എന്ന് വിലയിരുത്താൻ വേണ്ടി, പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് BARS, ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ യൂസ്ഡ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ലൈക്ക് ദിസ്, ഗുഡ് എംപ്ലോയി, എക്സലന്റ് എംപ്ലോയി, അതേപോലെ തന്നെ അത് ഒരു സ്കെയിൽ രൂപത്തിൽ എക്സലന്റ് എംപ്ലോയി, ആവറേജ് എംപ്ലോയി, ബിലോ ആവറേജ് എംപ്ലോയി, അങ്ങനെ ഒരു സ്കെയിൽ രൂപത്തിൽ അടയാളപ്പെടുന്നതിനാണ് BARS എന്ന് പറയുന്നത്. ഇത് പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്, പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, according to which theory people are motivated to the extent to which they expect that their actions will lead to result. Our performance linked to result. ഇവിടെ 4 തിയറി കൊടുത്തിട്ടുണ്ട്. വിക്ടർ ബ്രൂം വാലൻസ് തിയറി, നീഡ് തിയറി, സെറ്റ് തിയറി, എക്സ് തിയറി. ആൻസർ സിമ്പിൾ വൺ. 1 is the right answer. അതായത് ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പണിയെടുത്താൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ തിയറി പറയുന്നത് ഏതാ? വാലൻസ് തിയറി ഏതാ?
വിക്ടർ റൂമിന്റെ വാലൻസ് തിയറിയാണ്. ഇവിടെ നോക്കാം, ആക്ഷൻ ലീഡ് ടു റിസൾട്ട് ഉണ്ടാക്കും. ഇവിടെ നോക്കും, വാലൻസ്, എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി, ഈ 3 കാര്യങ്ങളാണ് വിക്ടർ റൂമിന്റെ തിയറി പറയുന്നത്. വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഞാൻ നന്നായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്, അതിന് നന്നായിട്ട് വർക്ക് ചെയ്യണം, ഓക്കെ, ബെറ്റർ എഫേർട്ട് എടുക്കണം. അങ്ങനെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് ഉണ്ടാവും. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഇതാണ് ഇദ്ദേഹത്തിന്റെ തിയറി പറയുന്നത്. അതായത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ലിങ്ക്ഡ് ടു ഗുഡ് റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് എക്സ്പെക്ട് ചെയ്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ തിയറി പറയുന്നത് ഏതാ? ബ്രൂമിന്റെ വിക്ടർ റൂം വാലൻസ് തിയറി. ഓക്കെ, ബ്രൂം വെക്ടർ വാലൻസ് തിയറി അല്ലെങ്കിൽ വിക്ടർ റൂം വാലൻസ് തിയറി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇൻപുട്ട് ലീഡ്സ് ടു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ലീഡ്സ് ടു ഗുഡ് റിസൾട്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. റോബർട്ട് എൽ കാർസിന്റെ 3 സ്കില്ലിൽ പെടാത്തത് ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി മീൻസ് നൺ ഓഫ് ദീസ്. ഈ 3 കാര്യങ്ങളും റോബർട്ട് എൽ കാർസിന്റെ 3 സ്കില്ലിൽ, കൺസെപ്ച്വൽ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ, ഈ 3 സ്കില്ലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. ഇവിടെ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്ച്വൽ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ, ഈ 3 സ്കില്ല് റോബർട്ട് എൽ കാർസിന്റെ സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്. 3 സ്കില്ലിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോൾ നൺ ഓഫ് ദീസ് ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ, അപ്പോൾ റോബർട്ട് എൽ കാർസിന്റെ 3 സ്കിൽ ഏതൊക്കെയാണ്? കൺസെപ്ച്വൽ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 24. എ സ്പിരിറ്റ് ഡി കോപ്സ് മീൻസ് 2019 ചോദിച്ച ചോദ്യമാണ്. യൂണിറ്റ് സെയിം ക്വസ്റ്റ്യൻ അല്ല, ലൈക്ക് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാനേജ്മെന്റിൽ ഒരു പ്രിൻസിപ്പിളാണ്, 14 പ്രിൻസിപ്പിളിൽ ഒന്നാണ്. ഇതിന്റെ ഡയറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് കൊടുക്കാം. എ ആണ് റൈറ്റ് ആൻസർ. അതായത് കൂട്ടായിട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്ത് കൂട്ടായിട്ട് ചെയ്യണം, അതായത് യൂണിറ്റി വേണം, അതാണ് പറയുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ, നല്ല കൂട്ടായിട്ടുള്ള ജോലി. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഒറ്റയ്ക്ക് യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ് എസ്പിരിറ്റ് ഡി കോപ്സിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അതായത് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. നോക്കാം, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്? ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ബാക്കിയുള്ള പേജസ്, ഈ ഒരു PDF-ലെ ബാക്കിയുള്ള പേജസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 കൂടി ഇത് എൻഡ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്, മാനേജ്മെന്റിന്റെ ലാസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്. 25 ക്വസ്റ്റ്യൻസും അതിന്റെ കണ്ടന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. ബാക്കി ഒരു 10 or more ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഒരു 37 ക്വസ്റ്റ്യൻസോളം 40 ക്വസ്റ്റ്യൻസിനടുത്ത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സെൽഫായിട്ട് നോക്കുക, നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പം ഇന്നത്തെ ക്ലാസ് ക്വസ്റ്റ്യൻ നമ്പർ 25 കൂടി എൻഡ് ചെയ്യും. അങ്ങനെ മാനേജ്മെന്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. മാനേജ്മെന്റ് ക്ലാസ് ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സെൽഫായിട്ട് നോക്കാം. എനിവേ, ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്? Motion study is concerned with the scientific management technique and fatigue study is also be a technique of administrative management. Statement 1 is actually wrong. Okay, then statement 2, functional foremanship developed by Henry Fayol. Adun തെറ്റാണ്. Both of them are incorrect. I think option D is the right answer. Yes, both are incorrect. ഇവിടെ നോക്കാം, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ഒക്കെ ഏതിലാണ് ഉൾപ്പെടുക? സയന്റിഫിക് മാനേജ്മെന്റിലാണ് ഉൾപ്പെടുക, നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഫാറ്റിക് സ്റ്റഡി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലല്ല. മോഷൻ സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡിയും ഏതിലാണ് ഉൾപ്പെടുക? സയന്റിഫിക് മാനേജ്മെന്റിലാണ് ഉൾപ്പെടുക. മോഷൻ സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡിയും. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു മെഷീനറിയുടെ മൂവ്മെന്റ് ആണ്. മെഷീനറി കറക്റ്റ് സ്ഥലത്ത് വെക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ടൈം, എത്ര നേരം റെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ആരാ? സയന്റിഫിക് മാനേജ്മെന്റിൽ FW ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹമാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏത്? ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിലെ FW ടൈലറിലെ 2 ആസ്പെക്ട് ആണ് മോഷൻ സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡിയും. അപ്പോൾ ഇതിൽ മോഷൻ സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡി ഏതിലാണ് ഉൾപ്പെടുക? സയന്റിഫിക് മാനേജ്മെന്റിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലല്ല. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത ആരാ? ഹെൻറി ഫയോൾ അല്ല, FW ടൈലർ ആണ്. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയീസിനെ നോക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് ആയി തിരിക്കും, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പിനെ 2 ആയിട്ട് തിരിക്കും, A പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, B പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്.
പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്. ഏതൊക്കെ രീതിയിൽ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ, ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ടൈം, എത്ര ടൈമിനുള്ളിൽ വർക്ക് തീർക്കണം, എത്ര ചിലവാകും. അതേപോലെ തന്നെ ഡിസിപ്ലിൻ, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരിക. ഓക്കെ, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആൾക്കാരാണ് വരിക. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഗ്യാങ് ബോസ് ഉണ്ട്. വർക്കേഴ്സ് അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ മെഷീനറി അറേഞ്ച് ചെയ്യുക, മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക. സ്പീഡ് ബോസ്, ഇത്ര സമയത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഡിലേ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. റിപ്പയർ ബോസ് എന്തിനാ? മെയിൻറ്റെയിൻ മെഷീൻ ആൻഡ് എക്യുപ്മെന്റ്സ്, നല്ല രീതിയിലുള്ള മെഷീൻസും എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുക. ഇൻസ്പെക്ടർ, വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിൻ, ഇങ്ങനെ 4 പേരെ ഏൽപ്പിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടി വീണ്ടും 4 പേരെ ഏൽപ്പിക്കുക. ആരൊക്കെയാ? ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ ഇതിനെയാണ് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുക. ഓരോ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഓരോരാളെ ഏൽപ്പിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ആരെ ഏൽപ്പിക്കുക? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആൾക്കാരെ ഉപയോഗിക്കും. ഇതിനെയാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയാം. ഓരോ ഫംഗ്ഷൻ അനുസരിച്ചും ഓരോരാളെ എന്ത് ചെയ്യും? ജോലി ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കും. ദിസ് വൺ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ആരാ ഡെവലപ്പ് ചെയ്തേ? FW ടൈലർ ആണ്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ അനുസരിച്ചും അത് നോക്കാൻ വേണ്ടി ഓരോ ആൾക്കാരുണ്ടാവും. ഓക്കെ, ദിസ് വൺ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം നമുക്ക്, അതുകൂടെ കഴിഞ്ഞിട്ട് നിർത്താം. ദ 7-point പ്ലാൻ ബുക്ക് ഈസ് റിട്ടൺ ബൈ ഓപ്ഷൻ എ റോജർ എ, മാക്സ് വെബർ, ഹെൻറി ഫയോൾ, ബെർണാഡ്. ആൻസർ എ അലക്സ് റോജറിന്റെ ബുക്കാണ് 7-point പ്ലാൻ എന്ന് പറയുന്നത്. 7-point പ്ലാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്? അലക്സ് റോജർ. അത്രേ ഉള്ളൂ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 26. ഇത് മുതലുള്ള കാര്യം നിങ്ങൾ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27 മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് നോക്കാം. എനിവേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇനി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 10 more ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ സെൽഫായിട്ട് നോക്കിയാൽ മതി. കുറച്ച് പേജസ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് സെക്ഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരുപാട് ഭാഗം ഞാൻ ക്ലാസ് എടുത്ത് തന്നു. അങ്ങനെ എന്താ പറയുക, ഏകദേശം കണ്ടന്റ്സും അതുപോലെ തന്നെ ഒരു 26 ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടെ പഠിക്കണം. ബാക്കിയുള്ള ഭാഗം സെൽഫായിട്ട് പഠിക്കണം. ഇനി മാനേജ്മെന്റ് ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള ഒരു 10 or more ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നിങ്ങൾ സെൽഫായിട്ട് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.